ഹലോ, അപ്പോൾ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിയു കുട്ടി എവിടേക്കാ പോകണു? സുന്ദരി കുട്ടിയെ നിൽക്കുന്ന കേട്ടാ അമ്മാവിന്റെ വാവച്ചീച്ചതാണ്. ഞാൻ എൻ്റെ അമ്മാവിന്റെ വാവച്ചു പോവാന്. അവിടെ കുറെ കളിപ്പാട്ടൊക്കെ ഉണ്ട്. ആണോ? ഭയങ്കര അവിടെ ഈ കുട്ടികളുണ്ടാവും. ആണോ? വീതിന്ന് കാട്ടിയത് കേട്ടോ. നല്ല കുട്ടിയാവണേ കേട്ടോ. ഞാൻ എപ്പോഴാണ് പോയിട്ട് വരിക? 5 മണിക്ക്. അയ്യോ, അപ്പോൾ അത്രയും നേരം അമ്മ ഒറ്റയ്ക്കാ കരയിട്ട്? 5 മണിക്ക് വരികമ്മ. ആണോ? ഇങ്ങനെ വരും. ഇറങ്ങി വരൂ. എന്നാ കുഴപ്പമില്ല. ഒരു ഉമ്മ ഉണ്ടാകുമ്പോൾ സ്വത്തല്ലേ? ഈ ബസ്സിൽ പോവാ? എങ്ങനെ പോവാ? അവിടേക്ക് എങ്ങനെ പോവാ അമ്മമ്മേൻ്റെ ഒപ്പം? അപ്പൊ ഞാൻ ബസ് കയറിട്ട് 3 ബസ്സിൽ കയറുമ്പോ അമ്മീ പാവ എൻ്റെ കുട്ടി 3 ബസ്സിൽ കയറിട്ട് യോയി പോവോ? യോയിട്ട് പോവോ? ബസ് കഴിഞ്ഞ ചേരാണ് നേരാണ്. ആ പാട്ടൊക്കെ പാടണ്ടല്ലോ കുഞ്ഞാമ്പി. നേരാണ് എന്നവാണി എന്തിനാണ് സ്വത്ത് മണിയാണ് എൻ്റെ ജീവനാണ്. ഹലോ ഗൈസ്, അപ്പോൾ ദിയകുട്ടി അമ്മമ്മ അംഗൻവാടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ ദിയകുട്ടിക്ക് അമ്മമ്മേൻ്റെ അംഗൻവാടിക്ക് പോയാൽ മതി എന്നാട്ടോ അവൾ പറയുന്നത്. ഇനി അപ്പോൾ എന്താ അവൾ ആദ്യം തന്നെ ഒരുങ്ങി മേലെ വഴി പോയി നിൽക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ അവളെ കൂട്ടാണ്ട് പോയല്ലാന്ന് വിചാരിച്ചിട്ടേ അമ്മ ആദ്യം തന്നെ പറയണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ദിയകുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അംഗനവാടിയിൽ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ പേരക്കുട്ടീനെ കൊണ്ടുപോകും. നമുക്ക് അതൊരു സന്തോഷമാണല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ മക്കളെ കൊണ്ടുപോകുക, പേരക്കുട്ടികളെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും ദിയമോൾക്കും അമ്മമ്മയ്ക്കും അങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവരിതാ അംഗനവാടിക്ക് പോകാൻ റെഡിയായി നിൽക്കാൻ കേട്ടോ. അച്ഛൻ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട്, അവരെ കൊണ്ടാക്കി വിടാൻ വേണ്ടിയിട്ട് അച്ഛനും പോകുന്നുണ്ട്. ദീപനെ ഇമ്മ ടാറ്റാ. ഉമ്മല്ലേ ചെവിക്ക പൊന്നെ. അതാണ് ഞാൻ നോക്കിയപ്പോ ഉണ്ട്. ആ ചവിട്ടി ടാറ്റാ അടിച്ചോളെ. അങ്ങനെ ദിയമോളും അമ്മയും അംഗനവാടിക്ക് പോയി. അച്ഛൻ അവരെ ബസ്സിൻ്റെ അങ്ങോട്ട് കൊണ്ടുവിടാനും പോയിട്ടോ. അങ്ങനെ അവരെ യാത്രയ്ക്ക് തിരിച്ചു പോരുന്ന വഴിയിലാണ് നാടമാങ്ങ പഴുത്തിട്ടുണ്ട്. അപ്പോൾ വഴിയിൽ ചാടി കിടന്ന മാങ്ങയെടുത്ത് കഴിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഇത് ഒരു വർഷം അങ്ങനെ ഇടവിട്ടുണ്ടാകുന്നൊരു മാവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നരാടം മാത്രമേ ഉള്ളൂ ഈ മാങ്ങ ഉണ്ടാവും. പക്ഷെ ഉണ്ടാകുന്ന മാങ്ങ പറയുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിപ്പോൾ എന്താ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കൊണ്ട് വായിൽ വെള്ളം വരുന്നു വെച്ചാൽ അതുപോലെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോഴത്തേനും താഴെ വീണതായിരുന്നു. അപ്പോൾ അങ്ങനെ ചൂടോടെ എടുത്ത് കഴിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുത്ത് കഴിച്ച് പോരുകയാണ്. ദിയമോൾക്കും ഇത് ഈ മാമ്പഴക്കാലം എന്ന് പറയുന്നത് വലിയൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ അവൾക്ക് മാമ്പഴം പെറുക്കാൻ പോകാനും ഒക്കെ പറ്റിയുള്ള പ്രായമാണ്. മറ്റേതെന്ന് പറയുമ്പോൾ നല്ല പൊടിക്കുഞ്ഞായപ്പോൾ ആയിരുന്നു ഈ മാമ്പഴം പൂത്തിട്ട് മാമ്പഴം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മാമ്പഴം ഉണ്ടായപ്പോൾ ദിയമോൾക്ക് പോയിട്ട് പെറുക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അവർ അംഗൻവാടിയിലെത്തി അവൾ കളി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ വീഡിയോസും കാര്യങ്ങളെല്ലാം ടീച്ചർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് വല്ലാത്തൊരു മെമ്മറിയാണ്. കാരണം വെച്ചാൽ അമ്മമ്മേൻ്റെ കൂടെ പോകാൻ പറ്റുക, അവിടെ എന്താ പറയുക, ഒരു ടീച്ചർ കുട്ടി എന്നാൽ മാത്രമല്ല അമ്മമ്മേൻ്റെ അംഗൻവാടിയിൽ അമ്മമ്മേൻ്റെ കൂടെ അറിയുമ്പോൾ അതൊരു സ്പെഷ്യലാണല്ലോ. അങ്ങനെ ദിയമോൾ ഓരോന്നിലിരുന്ന് കളിക്കുകയാണേ. ഒരുപാട് കളിക്കാൻ പറ്റില്ല, ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദിയുവിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവിടെ എല്ലാം അങ്ങോട്ട് പോകാനും എല്ലാം കയറാനും കേട്ടോ. ദിയോൾ പറയും നല്ല അടിപൊളിയാണ് അമ്മേ, നല്ല ഭംഗിയുണ്ട്, അവിടെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് ചുമരിലൊക്കെ, അവിടെ കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയും. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അങ്ങോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവൾ കുറേ നേരം ഇരുന്ന് കളിച്ചു. പിന്നെ ടീച്ചർക്ക് പാട്ടൊക്കെ പാടി കൊടുത്തു. അങ്ങനെ ഗിഫ്റ്റായിട്ട് അവർക്ക് കളർ ബോക്സ് കിട്ടി, കളർ പെൻസിലിൻ്റെ ബോക്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി.
പിന്നെ എനിക്കിതുപോലെ ചെറുപ്പത്തിലൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ അമ്മായി ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മായി എന്നെ ഇങ്ങനെ ചെറുതാകുമ്പോൾ എന്നെ കൊണ്ടുപോകും. എന്നിട്ട് അമ്മായി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇതാണല്ലോ. കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരോടൊരു സ്പെഷ്യൽ ഒരു സ്നേഹമാണല്ലോ. അതുപോലെ തന്നെ ആയിരുന്നു അവർക്കും. എന്നിട്ട് അവർ ടീച്ചർ കുട്ടിയാണോ അത് എന്നൊക്കെ ചോദിക്കും. എനിക്ക് അന്നും വേണ്ടത് ചോക്കായിരുന്നു കേട്ടോ. ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത്. എന്നിട്ട് അമ്മായി എനിക്ക് പോരുമ്പോൾ സ്റ്റാഫ് റൂമിൽ നിന്ന് വലിയ ചോക്ക് എടുത്ത് തരും. ടീച്ചേഴ്സിൻ്റെ കൂടെ കൊണ്ടുപോയിരുത്തും. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോഴും സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ ദീകുട്ടി അമ്മേൻ്റെ കൂടെ അംഗനവാടി പോയിട്ടുള്ള ആ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അമ്മായി വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ശരിക്കും എൻ്റെ പഴയകാല ഓർമ്മകൾ ഒന്നുകൂടി ഓർത്തു. അമ്മായിട്ട് ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മായി പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിന്നെ കൊണ്ടുപോയതൊക്കെയാണ് അമ്മായി പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കതെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ മാത്രമുള്ളൊരു ഓർമ്മയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വീഡിയോസ് എടുക്കാനോ പകർത്തി വയ്ക്കാനോ ഒന്നും നമുക്കന്ന് പറ്റില്ലല്ലോ. അപ്പോൾ എന്നാൽ ദീകുട്ടി ഇതെന്നും ഒരു ഓർമ്മയായിരിക്കട്ടെ. എന്ന് നമുക്ക് കുറച്ച് വലിയ കുട്ടിയിട്ട് അവർക്ക് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് വീഡിയോ. അപ്പോൾ ഇതാണ് അവിടുത്തെ നമ്മുടെ ടീച്ചർമാരും കുട്ടിയും ദീകുട്ടി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ദീകുട്ടി അംഗൻവാടി പോയതിൻ്റെയും എൻ്റെ ഒരു പഴയകാല ഓർമ്മയും കൊണ്ട് ഷെയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.